എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട്. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഞാനിന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ എന്റെ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് കാണിച്ചു തരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു വെഡിങ് ആയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് കുറേ നാളുകളായി. ഇത്രയും അത്യാവശ്യം നല്ല ഹ്യൂജ് ആയിട്ടുള്ള പ്രൈസസ് ഉള്ള പ്രോഡക്ട്സ് പോലും യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. തള്ളുന്നതല്ല, എന്നറിയാവുന്നവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഉള്ളൊരു കല്യാണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമാണ്. ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ഒരാളല്ല. മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് കല്യാണം ഉള്ളത് കൊണ്ടും കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്കൊരു കല്യാണം കൂടാൻ പറ്റുന്നത് എന്നുള്ളത് കൊണ്ടും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളി മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു കോസ്റ്റ്യൂം ആയാലും മേക്കപ്പിന്റെ ട്യൂട്ടോറിയൽ ആയാലും ഹെയർ സ്റ്റൈൽസ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ചെയ്തു പിടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എൻ്റെ മേക്കപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കല്യാണത്തിലോട്ട് പോവുകയാണ്. നമുക്ക് അമ്പലത്തിൽ കെട്ട് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി ഞം കഴിക്കാൻ പോകാനായിട്ട്. അപ്പൊ നമ്മളിതാ അമ്പലത്തിലോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ കെട്ടും ഫുഡ് കഴിക്കാനും കാണാനും പറ്റി എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞു. തിരിച്ച് നമ്മൾ വീട്ടിലോട്ടാണ് വരുന്നത്. അതായത് പെണ്ണിന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം നടക്കാവുന്ന ദൂരേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ റിച്ച് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കാറിലാൾക്കായിട്ട് തിരിച്ചു പോകുന്നത്. അപ്പൊ നമ്മൾ പന്തലിലോട്ട് എത്തി. പന്തലിലാണ് ഞങ്ങൾ ബോറടിച്ച് വെയിലടിച്ച് മഴയടിച്ച് പ്രാന്തടിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണിൽ നോക്കി. നമുക്ക് പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കുറെ നേരം പന്തലിൽ നമ്മൾ ചെലവഴിച്ചു. അങ്ങനെ പന്തൽ കുറെ നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഞമ്മിനുള്ള സമയം. അപ്പൊ ഞമ്മതാ വരുന്നു എന്നും പറഞ്ഞതാ ഞങ്ങള് കയറിയിരുന്നു. അപ്പൊ കല്യാണത്തിന് സദ്യ ഉണ്ടായിരുന്നില്ല, ബിരിയാണി ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. കുഴപ്പമില്ല. അപ്പൊ ഫുഡൊക്കെ വന്നു. നമുക്ക് നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചു. ഞാൻ വെജാണ് പേഴ്സണലി. പക്ഷെ എനിക്ക് ചിക്കനൊന്നും പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം ബിരിയാണി ഒക്കെ കഴിക്കുന്ന ആളായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചൂട്ടത്ത്, അതും ഈ ടർപ്പായുടെ കീഴിലിരുന്നിട്ട് ബിരിയാണി കഴിക്കുമ്പോണ്ടാവുന്ന ഫീൽ ഉണ്ടല്ലോ, ഒന്നാം തരമായിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ റീലൊക്കെ പാസ്സാക്കി. അങ്ങനെ റീലൊക്കെ ചെയ്തു തിരിച്ച് ഞങ്ങൾ കാറിൽ വീട്ടിലേക്ക് പോവാണ്. ആക്ച്വലി കല്യാണം നടക്കുന്ന ആ ഒരു പ്ലേസിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഒരു 2-3 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് പേരെ അവിടെ ഇവിടേക്കിട്ട് നമുക്ക് ഇറക്കി കൊടുക്കേണ്ട ഉള്ളതുകൊണ്ടും നമ്മൾ കുറച്ച് വളർന്നിട്ടൊക്കെയാണ് കേട്ടോ വീട്ടിലോട്ട് പോയത്. അങ്ങനെ നമ്മൾ വേഗം തന്നെ വീട്ടിലോട്ട് എത്തിയതിന് ശേഷം എൻ്റെ പരിപാടി എന്ന് പറയുന്നത്